സങ്കീർത്തനങ്ങൾ 77:11 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ഓർമ്മിക്കുവാനും അനുസ്മരിക്കുവാനും അതോർമ്മിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള സമയങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഷാലോമിൻ്റെ പ്രെയർ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അനേക കത്തുകൾ ലഭിക്കാറുണ്ട്. നൈറ്റ് വിജിലിലേക്ക് അനേക സാക്ഷ്യങ്ങൾ അതുവഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ നൈറ്റ് വിജിൽ ദിവസം അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണത്. നമ്മൾ തുടർന്ന് ഈ സാക്ഷ്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ലോകം മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം കർത്താവിന് നന്ദി പറയാം, സ്തുതിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ പ്രെയർ മിനിസ്ട്രിയിലെ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ബാബു NB ആണ്. നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥനാപൂർവം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തന പുസ്തകം 34:10 നമുക്കറിയാവുന്ന ഒരു തിരുവചനമാണ്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുള്ളതുപോലെയാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ ഈ വചനം ഒന്ന് ചേർന്നാൽ അടുത്ത് ഇരിക്കുന്ന ആളുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ച് വചനം എന്ന് പറയാം. സിംഹക്കുട്ടികൾ, കുറച്ച് ജീവനോട് പറയാം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്ന നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി അത്ഭുതകരമായി ദൈവം ലോകത്തെ സന്ദർശിക്കുന്ന സമയവും ദിവസവുമാണ്. കാരണം 30 ലക്ഷത്തിലധികം ദൈവജനം ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ഒന്നിച്ചു വന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ നാമത്തെ വിളിക്കുന്നു. അതിശയകരമായ പ്രാർത്ഥനയുടെ ചൈതന്യം ലോകത്ത് എല്ലായിടത്തും നിറഞ്ഞ് വ്യാപരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വരം ഇരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിശയകരമായി അത്ഭുതകരമായി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ സർവശക്തനായ നല്ല ദൈവം ഇറങ്ങി വരുന്ന, ഇറങ്ങി പ്രവർത്തിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളും അത്ഭുത മണിക്കൂറിലും നാം ആയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 34:10 അവിടെ ദൈവമായ കർത്താവ് മോശയുടെ മുമ്പിൽ കടന്നു വന്ന് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നിബന്ധനയുണ്ട്. ലോകത്ത് ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടക്കാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ദൈവജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പഴയ നിയമത്തിൽ അവരോടൊപ്പം നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ ഈ രാത്രിയിൽ നമുക്ക് വേണ്ടിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തനത്രേ. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഇന്നലകളിൽ ധാരാളം പ്രാർത്ഥനാ യോഗങ്ങളിലും പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും പങ്കെടുത്തവരായിരിക്കാം. എന്നാൽ ഞാൻ പറയും, ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, ലോകത്ത് നീ എവിടെയായിരുന്നാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനത്ര ദൈവം. നീ ഒരു ദാഹമുള്ളവനായി ഈ രാത്രിയിൽ മാറണം. കർത്താവേ, എനിക്ക് വേണ്ടി അവിടുന്ന് വാദിക്കണമേ, എനിക്ക് വേണ്ടി നിലകൊള്ളണമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നൊരു ദാഹം നിനക്കുണ്ടായാൽ അതിശയകരമായി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെത്തി ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വരുമ്പോൾ 5-ാം അധ്യായത്തിൽ 3 അതിശയകരമായ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത് നാം കാണുകയാണ്. തൻ്റെ ജന്മസ്ഥലമായ നസ്രത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ പിശാചു ബാധിതനായ ഒരു മനുഷ്യനെ വിടുവിക്കുന്നു. 2 ജായിറോസിൻ്റെ വൃത്തിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. രക്തസ്രാവക്കാരിയെ അതിശയകരമായി അവൻ സുഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോഴും ധാരാളം അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും.
എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങളിൽ നാം വരുമ്പോൾ വചനം ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവൻ സ്വന്തം നാട്ടിൽ വരികയാണ്. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്, അവരുടെ ഏതാനും രോഗികളുടെ മേൽ കരങ്ങൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും ചെയ്യാൻ അവിടത്തേക്ക് സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്ന് പറഞ്ഞാൽ, യേശു വരുന്ന വഴിയിലും അത്ഭുതമുണ്ട്, പോകുന്ന വഴിയിലും അത്ഭുതമുണ്ട്. എന്നാൽ സ്വന്തം നാട്ടിൽ സ്വന്തം ദേശത്ത് വന്നപ്പോൾ അവരുടെ അവിശ്വാസ നിമിത്തം അവനേറെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചാൽ, അവിശ്വസിക്കാതെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മക്കളുടെ ഭാവിയിൽ എല്ലാം എൻ്റെ ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. കരമേതൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പഠിക്കുന്നുണ്ട്, അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. എണ്ണമിറ്റ വിധത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെ. ഇന്നലകളിൽ മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ഇന്നലകളിൽ തളർന്നവരെ എഴുന്നേൽപ്പിച്ചവൻ, ഇന്നലകളിൽ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം എത്തുമ്പോൾ 36-ന്റെ 6-ൽ പ്രഭാഷകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ രാത്രി ഉണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് നേരം കർത്താവിനെ ഒന്ന് ആരാധിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലോളം ഉയർത്താമോ? കരങ്ങളൊന്ന് സ്വർഗത്തോളം ഉയർത്തി സ്വതന്ത്രമായി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. പോരാ പോരാ, വായ് തുറന്ന് സ്വരമുയർത്തി യേശുവേ വിളിക്കട്ടെ, വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. കുടുംബങ്ങളിലുള്ളവർ വിളിക്കട്ടെ. ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ, കിടപ്പ് രോഗികൾ, കുഞ്ഞുങ്ങൾ, ഹോസ്പിറ്റലായിരിക്കുന്നവർ, കടബാധിതകളിൽ ഞെരുങ്ങുന്നവർ, രോഗപീഠയാൽ ബന്ധിതരായവർ, തളർന്നു പോയവർ, യേശുവിനെ വിളിക്കട്ടെ. ഒരു അത്ഭുതം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ ശക്തനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാവിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാവിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കരം ഉയർത്തിയടിക്കാമോ? പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഇതാ നിന്റെ കുടുംബത്തിലേക്ക്, നീ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിന്റെ പ്രതിസന്ധിയിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക് യേശു ഈ രാത്രി കടന്നു വരികയാണ്. ഒരുപക്ഷെ ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഈ നൈറ്റ് രാത്രിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനകളിലേക്ക് ഇതാ യേശു കടന്നു വരികയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? സ്തോത്രം, 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 ശക്തി. കരമടിച്ച് നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു, നിന്റെ രോഗശൈലിയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു, നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ,
കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കാം പ്രിയപ്പെട്ടവരെ. ആയിരക്കണക്കിന് കത്തുകൾ ഓരോ മാസവും ഷാലോമിൻ്റെ പ്രയർ മിനിസ്ട്രിയിൽ വരുന്നു, ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന്. ഓരോ കത്തുകളും വ്യക്തിപരമായി എടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് മറുപടി അയക്കുന്നു ഇവിടെ നിന്ന്. അപ്പോൾ ധാരാളം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളുടെ വിടുതലുകളുടെ സാക്ഷ്യത്തിൻ്റെ വിവരണം വരാറുണ്ട്. തിരഞ്ഞെടുത്ത ഏതാനും കത്തുകൾ മാത്രമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മറിയാമ്മ തങ്കച്ചൻ എന്ന വ്യക്തിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. കുറേ മാസങ്ങളായി എൻ്റെ 2 കാൽമുട്ടുകൾക്കും കുറേ സമയം നിൽക്കുമ്പോൾ പുറത്തും അതികഠിനമായ വേദന അനുഭവപ്പെട്ടിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ തൽക്കാലം ശമനം ലഭിക്കുമായിരുന്നു. ഞങ്ങൾ കുടുംബമായി എല്ലാ മാസവും ഷാലോം ടിവിയുടെ നൈറ്റ് വിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നവംബർ 2-ാം തീയതിയിലെ നൈറ്റ് വിജിലിൽ എൻ്റെ അസുഖ വിവരങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ടിവിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്നത്തെ സ്തുതി ആരാധനയുടെ സമയത്ത് എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് സൗഖ്യത്തിൻ്റെ അനുഭവമുണ്ടായി. വേദനയും മാറി. അതിനുശേഷം ഇന്ന് വരെ മരുന്നുകൾ കഴിച്ചിട്ടില്ല, വേദനയും ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങളടിച്ച് ഗാനമാലപിച്ച് കർത്താവിന് നന്ദി പറയാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാകും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പ്രിയമുള്ളവരെ, കരം അല്പം തുറന്ന് പിടിക്കാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു വായിച്ചു കേട്ടു. കൈകാലുകളിൽ പുറത്ത് ശക്തമായി വേദന അനുഭവപ്പെട്ട് ധാരാളം ഡോക്ടേഴ്സിനെ മാറി മാറിക്കണ്ട് മെഡിസിൻ എടുത്തിട്ടും മാറാത്ത ആ ചേച്ചിയുടെ രോഗ അവസ്ഥകളിലേക്ക് ഒരു നൈറ്റ് വില്ലിൻ്റെ ആരാധനയുടെ സമയത്ത് അതിശയകരമായ ദൈവിക വിടുതൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നൈറ്റ് വില്ലി സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഏറെ പേര് അല്ലെങ്കിൽ ചിലരെങ്കിലും നാളുകളായി ശാരീരികമായ പലതരത്തിലുള്ള വേദനകൾക്ക് അടിമപ്പെട്ടിരിക്കാം. സന്ധിബന്ധങ്ങളുടെ വേദന, നീർക്കെട്ട്, ശ്വാസം മുട്ടൽ, വെള്ളപ്പാണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗചിന്തകൾ, അലർജിയുടെ പീഡകൾ, ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബ അംഗങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ പുറത്തായിരിക്കുന്നവർ, നിങ്ങൾക്ക് തന്നെ ആരോടും പറയാത്ത ചില ഇത്തരത്തിലുള്ള രോഗപീഡകൾ അനുഭവിച്ച് മെഡിസിൻ എടുത്തിട്ടും മാറാത്ത അവസ്ഥയുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവർ, നമുക്ക് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വേദനിക്കുന്നവരെയും നമ്മൾ ആരെങ്കിലും അപ്രകാരം ഉണ്ടെങ്കിൽ അവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമ്മുടെ തന്നെ രോഗാവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർക്കുക. അവരുടെ ഇടങ്ങളിലേക്ക്, അവരുടെ അടുക്കലേക്ക് കർത്താവിന്റെ സൗഖ്യം ഈ രാത്രി കടന്നു വരട്ടെ. അലർജിയുടെ പീഡകൾ മാറിപ്പോവട്ടെ, സന്ധിബന്ധങ്ങളുടെ വേദനകൾ മാറിപ്പോവട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അടുത്ത സാക്ഷ്യം നമ്മൾ വായിക്കുന്നു. എൻ്റെ പേര് സിമി റോസ്. ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഞാൻ സ്ഥിരമായി ഷാലോ നൈറ്റ് പങ്കെടുക്കാറുണ്ട്. ഒരു കോളേജ് അധ്യാപികയായ എനിക്ക് NET KCET എക്സാമുകൾ നിർബന്ധമായി പാസ്സാകേണ്ടതാണ്. ഞാൻ ഈ നിയോഗം പേപ്പറിൽ എഴുതി TV-യുടെ മുമ്പിൽ വെച്ച് നൈറ്റ് വ്യൂവിൻ്റെ സമയത്ത് 4 മാസം പ്രാർത്ഥിച്ചു. 1 മാസമല്ല, ഒരു നൈറ്റ് വ്യൂവിലല്ല, 4 നൈറ്റ് വ്യൂവിൽ അവർ തീക്ഷണമായി പ്രാർത്ഥിച്ചു. നോക്കുക, ഒരു ഉന്നതമായ എഡ്യൂക്കേഷനുള്ള ഒരു സഹോദരിയാണെന്ന് ഓർക്കണം. ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ് ദൈവം. അവർ ഇപ്രായം നൈറ്റ് വ്യൂവിൻ്റെ സമയത്ത് 4 മാസം ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ NET KCET പരീക്ഷകൾ ഉയർന്ന മാർക്കോടെ പാസ്സായി. ഷാലോം നൈറ്റ് വ്യൂവിലൂടെ യേശു നൽകിയ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥിച്ചേ ദയവായി. രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും കരങ്ങൾ ഏറ്റടിക്കാമോ? യേശു സൗഖ്യം നൽകുന്നു. സുഖമേകും യേശു അനുഗ്രഹിക്കുന്നു. ഏറെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ധാരാളം കത്തുകൾ പ്രാർത്ഥനയ്ക്കായി വെച്ചിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരുപക്ഷെ നിങ്ങൾ എഴുതിയ ചില കത്തുകൾ അതിലുണ്ടാകും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ധാരാളം കത്തുകൾ ഓരോ മാസം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അനേകരുടെ ജീവിതമാണ്, അനേകരുടെ നൊമ്പരമാണ് നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി രാത്രി കർത്താവ് തന്നത്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ, സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കാത്തവർ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ആകുലപ്പെടുന്നവർ, തകർന്ന കുടുംബജീവിതത്തിൻ്റെ നൊമ്പരം പേറുന്നവർ, മദ്യപാനം മൂലം തകർന്ന കുടുംബ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളികൾ, അങ്ങനെ തകർന്ന ഒരുപാട് ജീവിതങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന കത്തുകളാണ് ഇപ്പോഴുള്ളത്. ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കരം ഈ കത്തുകൾ നേരെ നീട്ടുക. എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങളുടെ കരങ്ങളൊന്ന് നീട്ടുകയും ഈ കത്തുകളുടെ നേരെ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, മാനസിക പീഡകൾക്ക് അടിമപ്പെട്ടവർ, എല്ലാവരുടെയും വേദനകൾ അടങ്ങി ഈ കത്തുകളിലേക്ക് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ കത്തുകൾ അതിലുണ്ടാകാം, നിന്റെ നിയോഗം അതിലുണ്ടാകാം. സ്വർഗത്തിലെ ദൈവം ഈ രാത്രി പ്രവർത്തിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായ് തുറന്നൊന്ന് സ്തുതിച്ചേ, കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ചേ. ഇതാ നിന്റെ അനുഗ്രഹത്തിന്റെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരാധന, 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 ആരാധന. ഇരു കരങ്ങളെയും ഉയർത്തി പിടിച്ച് കരമുയർത്തിക്കേ പ്രിയപ്പെട്ടവരെ. സ്നേഹപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. അത്ഭുതകരമായ വിടുതൽ ലഭിക്കുന്ന പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാർത്ഥന. കരുണ വായി തുറന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കോ. സ്നേഹപിതാവേ കനിയേണമേ, സാത്താൻ ഞെട്ടിവിറയ്ക്കുന്ന പ്രാർത്ഥനയാണ്. ദാസരിൽ കരുണയായിരിക്കണമേ. കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി അർപ്പിക്കാം. അടുത്ത സാക്ഷി നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. എൻ്റെ പേര് പ്രിൻസിപ്പോൾ. കൊച്ചിയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വൻകുടലിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി. ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നവംബർ മാസത്തിൽ ലേക്ഷർ ആശുപത്രിയിൽ വെച്ച് ഒരു മേജർ സർജറി നടത്തി.
വീണ്ടും ബയോപ്സിക്ക് അയച്ചു. ഈ സമയത്ത് ഞാൻ ഷാലോം നൈറ്റിവിലേക്ക് പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ചിരുന്നു. യേശയ്യ 9:1 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ബ്രദേഴ്സ് പറഞ്ഞു. യേശയ്യ 9:1 ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ഇതാണ് വചനം പ്രിയപ്പെട്ടവരെ. പിന്നീട് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സൗഖ്യദായകനായ യേശുവിന് 1000 നന്ദി. കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും അബ്രഹാമിൻ ദൈവം കരമുയർത്തടിക്കാം. ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കരങ്ങൾ അല്പം തുറന്ന് ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം പെട്ടെന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗപീഠയാണ് ക്യാൻസർ. ഇന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പെയിൻ ഉണ്ടായാൽ ഉടനെ നമ്മളിലേറെ പേര് ചിന്തിക്കും അത് ക്യാൻസറാണോ മറ്റ് ഏതെങ്കിലും വലിയ രോഗമാണോ. ഇങ്ങനെ ക്യാൻസർ എന്ന നാമം ഒരു പേരാണ്. അത് ഉയർത്തി പിശാച് അനേകരെ ബന്ധിക്കുന്നു. പ്രിയപ്പെട്ട, നമുക്കറിയാം ധാരാളം വ്യക്തികൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം. ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലും, ചെറിയ കുഞ്ഞുങ്ങൾ പോലും ട്രീറ്റ്മെൻറ്റ് വിധേയരായി ഇരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ദൈവം പ്രിയപ്പെട്ടവർ, ഈ രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ചിലർ ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർ, ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാവരും ഓർക്കുക. ഒരുപക്ഷെ നിങ്ങളൊരു ക്യാൻസർ രോഗിയാണെങ്കിൽ ഈ സമയങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ സമയങ്ങളിൽ കർത്താവേ, ഈ മാരക രോഗത്തിൻ്റെ പീഡയിൽ നിന്ന്, രോഗഭയത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ, അങ്ങയുടെ വചനം അയക്കണമേ. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കേണ്ട ഒരു വചനം ഞാൻ ചൊല്ലിത്തരാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ. പ്രാർത്ഥിച്ചോ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 118:17. സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ ക്യാൻസർ രോഗികളുടെ മേലും ഈ 2 വചനങ്ങൾ ഈ രാത്രിയിൽ അഭിഷേകമായി നിറയട്ടെ. നിങ്ങളൊരു ക്യാൻസർ രോഗിയാണെങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് ഒരു അത്ഭുത വിടുതലിന് വേണ്ടി ബൈബിൾ പറയുന്നു, വചനം അയച്ച് അവൻ രോഗികളെ സൗഖ്യമാക്കി. ഈ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി കുടുംബത്തിലുള്ളവർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നവർ, അവരെ പരിചരിക്കുന്നവർ എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, നാഥാ സൗഖ്യം നൽകണമേ. നമ്മുടെ 2 കരങ്ങളും ഉയർത്താം. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, നാഥാ സൗഖ്യം നൽകണമേ. അടുത്ത കത്ത് നമുക്ക് വായിച്ച് കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിജോ ജെ പാട്രിക് എഴുതുന്ന കത്ത്. ഞാൻ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ഇടയ്ക്ക് എനിക്ക് വേറൊരു കമ്പനി ജോലി വാഗ്ദാനം ചെയ്തു.
അതുകൊണ്ട് ഞാൻ ടെക്നോ പാർക്കിലെ ജോലി രാജിവെച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തതിനാൽ ജോലി തരാൻ സാധിക്കില്ല എന്ന് പുതിയ കമ്പനിയിൽ നിന്ന് അറിയിച്ചു. ഞാൻ മറ്റു പല കമ്പനികളിലേക്കും ജോലിക്കായി അപേക്ഷിച്ചെങ്കിലും ആരും വിളിച്ചില്ല. അങ്ങനെയിരിക്കെ ഞാൻ ഷാലോമിൽ പ്രാർത്ഥന സഹായത്തിനായി വിളിക്കുകയും നവംബർ 2 നൈറ്റിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്കൊരു ജോലി ലഭിച്ചെങ്കിലും എനിക്കവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം എൻ്റെ പിതാവിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമായിരുന്നു. പിതാവിന് എൻ്റെ കരളാണ് നൽകുന്നത് എന്നതിനാൽ 3 മാസത്തേക്ക് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ എല്ലാ വിവരങ്ങളും പഴയ കമ്പനിക്കാർ അറിയുകയും അവർ എന്നെ ജോലിക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. മാത്രമല്ല 3 മാസത്തെ ലീവും എനിക്ക് അനുവദിച്ചു കിട്ടി. എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ആദ്യമുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് പുതിയ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. ഒരു കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറേണ്ട സാഹചര്യത്തിൽ പിതാവിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഈ സഹോദരൻ്റെ കരൾ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ട് ആ ജോലിയിലും അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ കമ്പനിയിൽ നിന്ന് ആ മാനേജ്മെൻ്റ് കാര്യങ്ങൾ അറിയുകയും ഈ സഹോദരനെ വിളിച്ച് പരിഗണിച്ച് 3 മാസത്തെ ലീവ് അനുവദിക്കുകയും പുതിയതായി ജോലി പ്രവേശിക്കാൻ കൃപ കൊടുക്കുകയും ചെയ്തു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, അല്പസമയം പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലും ധാരാളം പ്രാർത്ഥന ദൈവങ്ങളുണ്ട്. വെറുതെ അല്ല നമ്മളാരും വന്നത്. തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ ഈ ആലയത്തിൽ നിന്ന് മടക്കി വിടുകയില്ല. കാരണം കർത്താവ് തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് വന്ന നിങ്ങളുടെ ജീവിതവും കർത്താവ് ഈ രാത്രിയിൽ അതിശയകരമായി മാനിക്കും. ഒരുപക്ഷേ ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. എങ്കിലും ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങൾ കണ്ണുകൾ അടച്ചൊരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളികൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ തകർന്ന ജീവിതത്തിൻ്റെ വഴികൾ എല്ലാം പുതുക്കി പണിയാൻ നല്ല ദൈവത്തിന് അധിക സമയം വേണ്ട. എൻ്റെ ദൈവമേ, നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിലേക്ക് ഇറങ്ങി വരണമേ. എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നങ്ങ് ഓർക്കണമേ. ദൈവമേ, അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അങ്ങ് ശക്തനത്രേ. എൻ്റെ തകർന്ന കുടുംബത്തെ അങ്ങ് പുതുക്കി പണിയണമേ. തകർന്ന ബിസിനസിനെ അങ്ങ് പുതുക്കി പണിയണമേ. തകർന്ന എൻ്റെ മക്കളുടെ ജീവിതത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തിക്കേ. ഞാൻ ഈ പറഞ്ഞ നിയോഗങ്ങളെല്ലാം ഉള്ളവര് രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, ആരാധന 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 ആരാധന. ഇടപെടണമേ, ഇടപെടണമേ. അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. കൃപ ഒഴുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. തലമുറകളായി കടന്നു വന്ന ശാപങ്ങൾ യേശുവേ അഴിക്കണമേ. ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. കൃപ ചൊരിയൂ ദൈവമേ. രണ്ട് കരങ്ങളും ഉയർത്തി. ദൈവ കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ ദൈവമേ. കൃപ ചൊരിയൂ ദൈവമേ. ദൈവ കൃപ
ചൊരിയൂ. നമ്മുടെ തലമുറകളെ ഉയർത്തി കൃപ ചൊരിയണമേ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. ഒരിക്കൽ കൂടി യേശുവിൻ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ. ആത്മാവിൻ കൃപ ചൊരിയൂ. വലതുകരം മാത്രം ഉയർത്തിപ്പിടിക്കുക. വലതുകരം മാത്രം ഉയർത്തിപ്പിടിക്കാം. വെളിപാട് 3:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വിശാലമായ വാതിൽ ഇതാ നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ, നിന്റെ തകർച്ചയുടെ മുമ്പിൽ കർത്താവ് ഇതാ ഈ രാത്രി തുറക്കുന്നു. ഈ വചനം ഏറ്റെടുത്തോ. ഒന്ന് കർത്താവിനെ സ്തുതിച്ച് വചനം ഏറ്റെടുത്ത് ഒരു വിശാലമായ വാതിൽ ഇതാ എന്റെ മുമ്പിൽ കർത്താവ് തുറക്കുന്നു ഈ രാത്രിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. ദൈവ കൃപ ചൊരിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഉയർത്തുക. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തോളം ഉയർത്തുക. ദൈവം ഈ കാലഘട്ടത്തിൽ ഉയർത്തിയ നമ്മുടെ ശാലോം, നമ്മുടെ ശാലോം തിരുസഭയ്ക്ക് ഉണർത്തുപാട്ടായി മാറിയ ശാലോം ലോക ജനതയെ വീണ്ടും ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, തകർന്ന യൂറോപ്യൻ സഭകളെ പണിതുയാൻ ദൈവം ഉയർത്തി ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വീണ്ടും അഭിഷേകം ചെയ്യണമേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല 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 ഹല. ആത്മാവെ പറന്നിറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ. ശാല കുടുംബത്തിന്റെ മേൽ തീ പോലെ ഇറങ്ങണമേ. ശാല മിനിസ്റ്ററിന്റെ മേൽ ഇറങ്ങണമേ. കരങ്ങൾ അടിക്കുന്നു, കരങ്ങൾ അടിക്കുന്നു. സന്തോഷത്തോടെ കരമുയർത്തിയടിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി കാറ്റായി വീശേണമേ, ആത്മധ